ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇലയടയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളിവിടെ അട ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ വാഴയില, അല്ലെങ്കിൽ വട്ടയില, അല്ലെങ്കിൽ നമ്മുടെ വയനയില ഉണ്ടല്ലോ, അതിനകത്താണ് അട ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചേ. ഇന്ന് നമ്മുടെ അയ്യത്ത് മൊത്തം ഇങ്ങനെ കൂവ നിറഞ്ഞു നിൽക്കുവാണ്. ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം കുറേയൊക്കെ അച്ഛൻ ചെത്തി കളഞ്ഞ് കാട് പോലെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്നോണ്ടേ. ഞാനിങ്ങനെ കുറേ നാളുകൊണ്ടേ വിചാരിക്കുന്നുണ്ട് ഈ കൂവയിലൊന്ന് അടയുണ്ടാക്കി നോക്കണമെന്നേ. ഈ കൂവക്കിഴങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ കൂവപ്പൊടി വാങ്ങിയിട്ട് അത് കുറുക്കിയൊക്കെ കൊടുക്കില്ലേ? ഈ വയറിൻ്റെ പ്രശ്നം, കുടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതായി കൂവപ്പൊടിയെ ഇങ്ങനെ കുറുക്കി കുടിക്കുന്നത്. നമ്മളിവിടെ കൂവക്കിഴങ്ങ് എടുത്തിട്ട് ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് അത്. പിന്നെ ഇത് അരിഞ്ഞുണക്കി നമ്മളിത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് കുറച്ചേ കാണത്തുള്ളൂ. ഉണക്കി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കാറുണ്ട്. അതായത് ഇതിൻ്റെ കിഴങ്ങിനകത്ത് ഒരുപാട് ഗുണങ്ങൾ ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ആ ഇലക്കകത്തും കാണുമല്ലോ. പിന്നെ ഈ ചീലാന്തി ഇലയിൽ അടയുണ്ടാക്കും. നമ്മളിവിടെയൊക്കെ ചീലാന്തി എന്നാണ് പറയുന്നത്. വേറെ സ്ഥലത്തൊക്കെ എന്തോ പേര് പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പം ആ മരം കാണാനേ ഇല്ല. എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അമ്മ പിച്ചി അതിനകത്ത് ചെറിയ ഇലയായിരിക്കും, നമ്മുടെ ആലില പോലെ ആയിരിക്കുന്നത്. പക്ഷെ ആ ഇലക്കകത്ത് അടയുണ്ടാക്കി കഴിച്ചാൽ എന്തൊക്കെയോ ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ ആ ഇലക്കകത്ത് ഉണ്ടെന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. അങ്ങനെ ഇലയൊക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ട് ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് കുഴയ്ക്കാനുള്ള പൊടി എടുക്കുവാണ്. ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 3 സൈസ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ആട്ട എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കൂരകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമ്മൾ പാനിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ശർക്കരയിൽ നമ്മൾ കരടൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ നമുക്ക് അരിച്ചിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മളല്ലാതെ ഡയറക്റ്റായിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കല്ലോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ നേരത്ത്. എന്നിട്ട് ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ തേങ്ങ തട്ടിയിട്ട് അതിനകത്ത് ആ ശർക്കര പാനിയിൽ തേങ്ങ വറ്റിച്ച് എടുക്കണം. അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടെ ചതച്ച് ഞാൻ ഇടുന്നുണ്ട്. ഈ ചപ്പാത്തി കുഴ കൊണ്ട് ചപ്പാത്തി മാത്രമല്ല പല ഉപയോഗങ്ങളുണ്ട്. അങ്ങനെ ഏലക്കയൊക്കെ ചതച്ച് അതിലോട്ടിട്ട് നമ്മൾ ഈ ശർക്കര പാനിയാക്കുമ്പോൾ ശർക്കര അധികം വരുവാണെങ്കിൽ നമുക്ക് സ്റ്റോറൊന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അധികം വന്നത് നമുക്ക് ആ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. പണ്ടൊക്കെ ഈ അടയുണ്ടാക്കുമ്പോഴേ നടുക്ക് മാത്രമേ ഈ കൂടുതൽ തേങ്ങ വെക്കത്തുള്ളൂ. ഈ സൈഡിലോട്ടൊന്നും ഈ ശർക്കര വരത്തില്ല. അപ്പം നടുക്ക് ഭാഗം മാത്രം കഴിച്ചിട്ട് ഈ സൈഡൊക്കെ എടുത്ത് കളയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര പാനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മാവിനും കുറച്ച് മധുരം കാണുമല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ മാവ് കുറച്ച് മാവിൻ്റെ കട്ടി കുറച്ച് കുറയാൻ വേണ്ടിയിട്ടേ. അന്നേരം നമ്മൾ അട ഉണ്ടാക്കി എടുക്കുമ്പോൾ അട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ. അതായത് 3 സൈസ് മാവല്ലേ നമ്മളിട്ടത്. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരുന്നോട്ടെ. ആ കൂവയുടെ തുമ്പ് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ. അപ്പം നമുക്ക് മടക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കേ. നമ്മൾ ഈ മാവ് പരത്തുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ടാണ് ഈ പരത്തിയെടുക്കുന്നത്. ഇത് പരത്തുമ്പോൾ വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം, എങ്കിലേ നമുക്ക് കഴിക്കാൻ നേരം നല്ല രസം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഈ തേങ്ങ നിറച്ചിട്ട് നമ്മളിത് മടക്കുമ്പം നമ്മൾ ഈ സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ശർക്കര ഈ മധുരം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിപ്പോവും ചൂട് തട്ടുമ്പോഴേ. അങ്ങനെ സൈഡെല്ലാം ഞാനിങ്ങനെ അമർത്തി ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ആ മധുരം മൊത്തവും ഒലിച്ചിറങ്ങിപ്പോയാലേ. ഇത് നമ്മൾ ഈ വളരെ നൈസായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. ഇത് പരത്തി എടുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കുവേ. അങ്ങനെ എല്ലാം പെട്ടെന്ന് പരത്തി എല്ലാം സെറ്റാക്കി. ഞാനിതിൻ്റെ ഇടയ്ക്ക് 2-3 തവികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ ഈ മറ്റേ വാഴയില തണ്ടുണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതാണ്. അതായത് ആവി മേളിലോട്ട് വരാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ഞെരുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിരിക്കുന്നതിനകത്ത് വേവത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 2 തവികളൊക്കെ എടുത്തിട്ടിട്ടാണ് അടുത്ത ലെയർ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതിങ്ങനെ വെന്ത് വന്നപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കിട്ടിയത്. ഒട്ടും കട്ടിയില്ലായിരുന്നു. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നേ. നല്ല ചൂടുണ്ടേ. ഞാനത് എടുത്ത് കാണിച്ചു തരാമേ. ഒട്ടും കട്ടിയില്ല. അതിങ്ങനെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമേ.
നല്ല ചൂടായോണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ആക്കാൻ പറ്റാഞ്ഞത്. നമ്മൾ തുറക്കാൻ ഞാൻ കൈ ഇങ്ങനെ വിടുന്നുണ്ടോ, നല്ല ചൂടുണ്ട്. അങ്ങനെ കണ്ടില്ലേ, ഒട്ടും കട്ടിയില്ല. അപ്പം ഞാൻ ഈ അടയുണ്ടാക്കി ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബദ്രൂട്ടിന് ഒരു പണി പറ്റിച്ചിട്ടുണ്ട്. അവൻ കാല് കൊണ്ടുവന്ന് പടിയിലിടിച്ചിട്ട് തള്ളവിരലിൻ്റെ ആ തുമ്പിലെ തൊലി ഒന്ന് ഇളകി. അപ്പം നല്ല വേദന ഉണ്ട് ആശാന്. അപ്പം ഞാനിത് കഴിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അങ്ങനെ കൊടുത്ത് അപ്പോൾ ആശാന് നല്ല മൂഡില്ലായിരുന്നു. പക്ഷേ ആ വേദന, നല്ല വേദനയുണ്ട്. അങ്ങനെ ഞാൻ പോയി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാൻ കൊടുക്കുവാണ്. അപ്പോൾ ഈ കാല് മുറിഞ്ഞ സമയത്ത് അവൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തോട്ട് പോയേക്കുമായിരുന്നേ. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് കാലിടിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.